എന്തിനു വേണ്ടിയായിരുന്നു വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചത്? ഇതുപോലെ പരാജയപ്പെട്ട് ഓടാനാണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടി അവരുടെ ജീവിതം, നാളത്തെ വാഗ്ദാനങ്ങളായിട്ടുള്ള അവരുടെ ജീവിതം, കണ്ണുപോയവരും തലക്കടിയേറ്റവരും തലപൊളിഞ്ഞവരും പോലീസിൻ്റെ ലാത്തിച്ചാർജ് ആണി വെച്ചിട്ടുള്ള വടി കൊണ്ടടിച്ച് തുള വീഴ്ത്തിയ ശരീരവുമായി നടക്കുന്ന ചെറുപ്പക്കാർ, പെൺകുട്ടികളെ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വരെ ആക്രമിച്ച് വളരെ മോശമായ രീതിയിൽ വല്ലാത്തൊരവസ്ഥയിൽ ആക്രമിച്ച് ഒരു പോലീസ് വിഭാഗം, ഡൽഹിയിലെ പോലീസുകാർ ഒരു മാനുഷിക പരിഗണനയും നൽകാതെ അടിച്ചമർത്താൻ ശ്രമിച്ചത് എന്തിന്? ഇത്രയും സമാധാനപരമായി അവരുടെ ആവശ്യങ്ങളെ, നമ്മുടെ ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ വളരെ മാന്യമായ രീതിയിൽ സമാധാനപരമായി സമരം ചെയ്ത വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് എന്ത് നേടിയെടുത്തു? ഈ വിദ്യാർത്ഥികളൊന്നും ഒരു കാലത്തും മറക്കുമെന്ന് വിചാരിക്കണ്ട. ഇതെല്ലാം ഇനിയൊരു സമയം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങളെ ഈ അധികാരത്തിൽ ഏൽപ്പിച്ച യുവജനങ്ങളെ അടിച്ച് അവരെ ജീവിതകാലം മുഴുവൻ പരിക്കുകളായിട്ട് ആ പരിക്കുകളും ഏറ്റുകൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്തിന്? നിങ്ങൾക്കറിയില്ലേ, നിങ്ങളിൽ ഈ നീറ്റ് പരീക്ഷയിൽ ഇത്രയും ക്രമക്കേടുകൾ നടന്നത് ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ നടന്നിട്ട് പോലും നിങ്ങൾ 12 വർഷം ഭരിച്ചിട്ടും നിങ്ങളെ ഒരു തരത്തിലും ആക്രമിക്കാതെ, ഒരു പ്രതിഷേധവും കാര്യമായ രീതിയിൽ എടുക്കാതെ വീണ്ടും ഈ അവസ്ഥയിലേക്ക് പോകുമ്പോൾ വീണ്ടും വ്യാജ ഡോക്ടർമാരും ഭാവി തലമുറയെ നശിപ്പിക്കാവുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും വളർന്ന് പന്തലിച്ച് വരുമ്പോൾ ജനങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവും. ജനങ്ങളുടെ തീരുമാനം അത് അന്തിമമായിരിക്കും. നിങ്ങളെ ഭരണ സംവിധാനത്തിൽ ഇരുത്തിയതും ജനങ്ങളാണ്. എന്തുകൊണ്ട് നിങ്ങളത് ഓർക്കുന്നില്ല? ഇതൊരിക്കലും മറക്കില്ല. ഇതൊരു കോക്രോച്ചല്ല. ഇത് യുവതകളെ അടിച്ചമർത്തി അവരുടെ ജീവിതത്തെ, അവരുടെ പഠനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച ഗവൺമെന്റിനെതിരെ നിങ്ങളൊക്കെ കാണാനിരിക്കുന്നത്. വരാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ അത് ബാലറ്റ് പേപ്പറിൽ തന്നെ ആവണമെന്നുള്ളൊരു വാശിയും ജനങ്ങൾ എടുക്കണമെന്ന് കൂടി ഞാൻ പറയാം. കാരണം ഇനിയൊരു അട്ടിമറിക്ക് അവസരം കൊടുക്കരുത്. നമ്മുടെ നാട് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അക്രമം എല്ലാ കാലത്തും ജൻസി പിള്ളേർ മറക്കില്ല എന്നുള്ള ഒരൊറ്റ സമാധാനം മാത്രമേ ഉള്ളൂ. കാരണം അത്രയ്ക്കും നിങ്ങൾ അവരെ ഉപദ്രവിച്ചു കഴിഞ്ഞു.